പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ച വലിയ സഹനങ്ങൾ, വലിയ ദുരിതങ്ങൾ, അതിനെ ഓർത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ മുന്നിലും മനുഷ്യരുടെ മുന്നിലും പരാതിപ്പെട്ടുകൊണ്ട് അസംതൃപ്തിയോടെ ജീവിക്കാതിരിക്കുക. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വരും, നമ്മുടെ ഓർമ്മകളിൽ വരും. പക്ഷേ അതൊരു നെഗറ്റീവായിട്ട് മാറരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ ഒരു പരാതിയായിട്ട്, ഒരു അസംതൃപ്തിയായിട്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുന്നിൽ അവതരിപ്പിക്കരുത്. കാരണം എന്താണെന്നറിയുമോ? കർത്താവിനൊരു നീതിയുണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ തിരുസന്നിധിയിൽ കർത്താവിനെ പ്രതി പല ജീവിത സാഹചര്യങ്ങളിൽ നീ സഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ കർത്താവിന് നിന്നെ അനുഗ്രഹിക്കേണ്ടതായിട്ടുമുള്ള വലിയൊരു കടമയുണ്ട്. അതാണ് ദൈവത്തിൻ്റെ നീതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അനുഭവിച്ച വലിയ സഹനങ്ങളും ആ വലിയ ദുരിതങ്ങളും എല്ലാം എന്നേക്കുമായിട്ടും മറന്നു പോകുവാൻ തക്ക വിധത്തിലുള്ള ഒരു അനുഗ്രഹം ദൈവം നിനക്ക് തരുവാനുള്ള ഒരു വലിയ കടമ ദൈവത്തിനുണ്ട്. ദൈവത്തിൻ്റെ ഈ നീതി അനുഭവിച്ച ഒരാളാണ് പഴയ നിയമത്തിലെ ജോസഫ്. ഉൽപ്പത്തിയുടെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 51 തിരുലിഖിതത്തിൽ ജോസഫ് പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ജോസഫ് പറയാണ്, എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസേ എന്ന് വിളിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വലിയ സഹനങ്ങൾ, വലിയ ദുരിതങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ജോസഫ് എന്ന് പറയുന്നത്. പൊട്ടക്കിണറ്റിൽ അവൻ്റെ സഹോദരങ്ങൾ തള്ളിയിട്ടപ്പോൾ ജോസഫ് വിചാരിച്ചു അവൻ്റെ ജീവിതം അവിടെ തീർന്നു പോയെന്ന്. അവൻ ഈജിപ്തിലേക്ക് അടിമയായിട്ട് വിൽക്കപ്പെട്ടപ്പോൾ അവൻ വിചാരിച്ചു അവൻ്റെ ജീവിതം അവിടെ തീർന്നു പോയെന്ന്. ഈജിപ്തിൽ വെച്ച് അന്യായമായിട്ട് വിധിക്കപ്പെട്ടപ്പോൾ അവൻ ചിന്തിച്ചു അവൻ്റെ ജീവിതം അവിടെ തീർന്നു പോയെന്ന്. പക്ഷേ കർത്താവ് അവനെ ഉയർത്തി. ഈജിപ്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായിട്ടുള്ള ഫറവയുടെ അടുത്ത സ്ഥാനമുള്ള ഒരു അധികാരത്തിലേക്ക് കർത്താവ് അവനെ ഉയർത്തി. അതിനുശേഷം അവനൊരു കടിഞ്ഞൂൽ പുത്രനെ ലഭിച്ചപ്പോൾ, മനാസയെ ലഭിച്ചപ്പോൾ അവൻ പറയാണ്, ഇപ്പം ഞാൻ എൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മറക്കുകയാണ്. അത് മറക്കാൻ തക്ക വിധത്തിലുള്ള വലിയൊരു അനുഗ്രഹം കർത്താവ് അവന് കൊടുത്തു. കടിഞ്ഞൂൽ പുത്രനായിട്ടുള്ള മനാസയ്ക്ക് അവൻ ജന്മം നൽകിയപ്പോൾ അവൻ്റെ എല്ലാ ദുരിതങ്ങളും അവൻ മറന്നുപോയി. ഭൗതികമായിട്ടുള്ള കുറേ അധികാര പരിധികളോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ മാത്രമല്ല, അവന് ഒരു കടിഞ്ഞൂൽ പുത്രനെ ലഭിച്ചപ്പോൾ. എന്താണ് കടിഞ്ഞൂൽ പുത്രനെ ലഭിച്ചപ്പോൾ അവൻ്റെ പഴയ സഹനങ്ങളും വേദനകളും ദുരിതങ്ങളും ഒക്കെ മറന്നുപോയി എന്ന് പറയാനായിട്ടുള്ള കാരണം പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ ജോസഫിൻ്റെ ജീവിതം അവിടെ തീർന്നു പോയായിരുന്നെങ്കിൽ അവൻ്റെ പേര് നിലനിർത്തിക്കൊണ്ട് പോകാൻ പിന്നെ വേറെ ആളുണ്ടാകില്ലായിരുന്നു. ഇന്ന് ജോസഫിൻ്റെ ഫാമിലി, അവൻ്റെ പേര്, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അടുത്ത ഒരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പുത്രനെ കർത്താവ് അവന് കൊടുത്തു. കാരണം അവൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, കർത്താവിൻ്റെ മഹത്വം മുഴുവൻ അടുത്തൊരു തലമുറ അറിയണമെന്ന് ജോസഫ് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ മനാസയിലൂടെ അത് ലോകം മുഴുവൻ അറിയാൻ പോവുകയാണെന്ന് ജോസഫ് തിരിച്ചറിഞ്ഞപ്പോൾ ജോസഫിൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ സഹിച്ച എല്ലാ സഹനങ്ങൾക്കും വിലയുണ്ട്. കർത്താവിൻ്റെ നീതി അവിടെ നടപ്പാക്കിയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓർമ്മയിലേക്ക്, മനസ്സിലേക്ക് പിന്നീട് ഒരിക്കലും കടന്നു വരാത്ത വിധത്തിലുള്ള ഒരു അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകും. സഹനങ്ങളിലൂടെ അനുഗ്രഹം ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. വിശുദ്ധ ബൈബിളിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിനെ പ്രതി വലിയ ദുരിതങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യർ പോലും അനുഗ്രഹിക്കപ്പെടാതെ പോയിട്ടില്ല. കർത്താവായ ഈശോ സഹിച്ചതിലൂടെയല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വന്നേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സഹനങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ച സഹനങ്ങളോ അതൊന്നുമല്ല. വിശ്വസിക്കുക, വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാനായിട്ട് പോവാണ്. കർത്താവിൻ്റെ വലിയൊരു ഇടപെടൽ സംഭവിക്കാനായിട്ട് പോവാണ്. ആ ഒരു അനുഗ്രഹത്തിൻ്റെ തലത്തിലേക്ക് വേണം നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിൻ്റെ 18 തിരുലിഖിതം ഒന്ന് വായിച്ചു നോക്കിയേ. എത്രമാത്രം പ്രത്യാശ നൽകുന്ന, വലിയ അഭിഷേകം നൽകുന്ന തിരുവചനമാണെന്നറിയാമോ ഇത്? വചനം പറയാണ്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. കഷ്ടതകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ കഷ്ടതകൾ നമ്മൾ ഒത്തിരി അനുഭവിച്ച ശേഷം അതിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ചെയ്യണം. ആ കഷ്ടതകളുടെ ഓർമ്മകളിൽ നമ്മൾ ജീവിക്കരുത്. പകരം വരാൻ പോകുന്ന കർത്താവിൻ്റെ നീതിയിലേക്ക് വേണം നമ്മൾ ശ്രദ്ധ കൊടുക്കാനായിട്ട്. നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സഹിച്ചിട്ടുണ്ടെങ്കിൽ, ദുരിതം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം കർത്താവ് നമുക്ക് നൽകും. ഇല്ലെങ്കിൽ കർത്താവ് എന്നെ സാഡിസ്റ്റാണോ? അതായത് നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളൊക്കെ കണ്ട് രസിച്ച് ആനന്ദിക്കുന്ന ഒരാളാണോ ദൈവം? അല്ല. ഓർക്കുക, സഹിച്ച് മാത്രം ജീവിക്കാനുള്ളതൊന്നും അല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്, കർത്താവിൻ്റെ ഇടപെടലിനായിട്ട് നമുക്ക് പ്രത്യേകം കാത്തിരിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒത്തിരി വലിയ ദുരിതങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ ഒത്തിരി സഹനങ്ങളിലൂടെയാണ്, വേദനകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കുന്നു. ഞാൻ കർത്താവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നു. പൊട്ടക്കിണറ്റിൽ അവനെ തള്ളിയിട്ടപ്പോൾ, ഈജിപ്തിലേക്ക് അവനെ അടിമയായിട്ട് വിറ്റപ്പോൾ, അന്യായമായിട്ട് വിധിക്കപ്പെട്ടപ്പോൾ അവൻ തകർന്നു പോയില്ല, അവൻ തളർന്നു പോയില്ല. പകരം കർത്താവിൻ്റെ വലിയൊരു ഇടപെടൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവൻ ശക്തമായിട്ട് വിശ്വസിച്ചു. ഇതുപോലെ ഞാനിപ്പോൾ വലിയ സഹനങ്ങളിൽ, വലിയ ദുരിതങ്ങളിൽ ജീവിക്കുമ്പോൾ, ഒത്തിരി ഭാരപ്പെട്ട്, ഒത്തിരി അസ്വസ്ഥപ്പെട്ട് ജീവിക്കുമ്പോൾ, ഈശോയെ, അങ്ങയുടെ നീതി, അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ ഇടപെടൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഇങ്ങനെ ഓർക്കാതെ, നമ്മുടെ ജീവിതത്തിൽ വന്ന ദുരിതങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് പറയാതെ, പകരം വരാൻ പോകുന്ന കർത്താവിൻ്റെ വലിയ ഇടപെടൽ, അതിനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ പ്രത്യാശയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്കൊരു ആശീർവാദവും സ്വീകരിക്കാം.